നമസ്കാരം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാക്പോരും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമൊക്കെ ഊർജിതമായി തുടരുകയാണ്. ഇതടക്കം ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി പോകുന്നു. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ഇന്നും രൂക്ഷമായ വിമർശനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലപാടിനെതിരെ ഉയർത്തിയത്. ഇന്നത്തെ വാർത്താ ദിനത്തിലെ പ്രധാന വാർത്തകളിൽ ഒന്നായി അത് മാറുന്നു. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും വ്യാഴാഴ്ചക്കകം വെളിപ്പെടുത്തണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ട ശേഷം സത്യവാങ്മൂലം നൽകണം. കേസ് പരിഗണിക്കവേ ഇന്നും SBIക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. കോടതി വിധി തൽപര കക്ഷികൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പരാതിപ്പെട്ടു. അച്യുതൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, അങ്ങനെ വീണ്ടും കോടതിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉത്തരവുണ്ടാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, പ്രധാനമായിട്ടും ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് വിധി പ്രസ്താവിച്ചതിന് പിന്നാലെ പല ഘട്ടങ്ങളിലായാണ് SBIക്ക് രൂക്ഷ വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ അത് ഈ കാലതാമസം, ഈ വിവരങ്ങൾ കൈമാറുന്നതിന് കൂടുതൽ സമയം വേണമെന്ന് SBI ആവശ്യപ്പെട്ട ഘട്ടത്തിലായിരുന്നു സുപ്രീം കോടതി ഇതിനു മുൻപ് വിമർശനം ഉന്നയിച്ചത്. അതിനുശേഷം രണ്ട് വ്യത്യസ്ത രീതികളിലായിരുന്നു SBI രേഖകൾ നൽകിയത്. അതിലൊന്ന് ബോണ്ട് സ്വീകരിച്ചവരുടെ വിവരങ്ങൾ, രണ്ട് ബോണ്ട് പണമാക്കി മാറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരം എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത രീതികളിലായിരുന്നു നൽകിയത്. അപ്പോഴും ഈ സീരിയൽ നമ്പർ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കാലതാമസം എടുക്കും, അല്ലെങ്കിൽ അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു SBI ചൂണ്ടിക്കാട്ടിയത്. ആ ഒരു SBIയുടെ വാദത്തിനാണ് രൂക്ഷ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ ഉത്തരവുകൾ, അതായത് ഓരോ ഘട്ടത്തിലും ഓരോ ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ വിവരങ്ങളും അതിൻ്റെതായ രീതിയിൽ പ്രസിദ്ധീകരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് സീരിയൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കണം. അതിന് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന സമയം വ്യാഴാഴ്ച 5 മണി വരെയാണ് SBIക്ക് ആ സമയം നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കണം. ഒപ്പം തന്നെ ഒരു സത്യവാങ്മൂലം, ഇതുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനും SBIയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകൾ പാലിക്കാൻ അത് SBIയുടെ ചെയർമാൻ ബാധ്യസ്ഥനാണെന്നും സുപ്രീം കോടതി എടുത്തു പറയുകയുണ്ട്. എന്നാൽ കേന്ദ്രം ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി ചില വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് അതിൽ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയിലെ അഴിമതികൾ ഇല്ലാതാക്കാൻ വേണ്ടി, കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കിയതെന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ ചിലർ ഈ കോടതിയുടെ ഉത്തരവിനെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അത്തരം വാദങ്ങളൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. പകരം SBIക്ക് കർശന നിർദ്ദേശമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ആ സീരിയൽ നമ്പറുകൾ ചിട്ടപ്പെടുത്തിയുള്ള വിവരങ്ങൾ അത് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുവാൻ, വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഘട്ടങ്ങളിലും ഇത്തരം സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചില ഒഴിവുകഴിവുകൾ SBI ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അന്നും സുപ്രീം കോടതി രൂക്ഷ വിമർശനമാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട SBIക്ക് നേരെ ഉന്നയിച്ചത്. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. സമാനമായ രീതിയിൽ ഇന്നും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വിമർശനമുയർന്നു. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ക്രൈം വാർത്ത കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. അതിന്റെ വിശദാംശങ്ങൾ ഇന്നും പുറത്തു വരുന്നുണ്ട്. പേരാമ്പ്ര അനു കൊലക്കേസിലെ പ്രതി മുജീബിന് വധശിക്ഷ നൽകണമെന്ന് ഇയാൾ 1-ാം പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിത അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചയാൾക്ക് ശിക്ഷ ലഭിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല എന്നും അതിജീവിത പറഞ്ഞു. ആദ്യമ പ്രതികരണത്തിലേക്ക്. ഇത്രയും ക്രൂരത ചെയ്ത് ഇന്നങ്ങനെയൊക്കെ ആക്കി ഇന്റെ എല്ലാ കേസിന്റെ വട്ടൊക്കെ കോടതിയിൽ എത്തിയിട്ട് ആ കോടതി എന്താ അവനെ വെറുതെ വിട്ടെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഇങ്ങനൊക്കെയും ചെയ്യുകയും ചെയ്ത് ഓനെ പിന്നെ ജാമ്യത്തിൽ വിട്ടിട്ടല്ലേ ഇവന് പിന്നെയും പോയി കഴിഞ്ഞാലപ്പോ പെണ്ണേയും കൊല്ലാനുണ്ടായത്. ഇന്നിപ്പോ അത് ചെയ്ത് വെച്ച് നാളെ ഓന് മറ്റൊരു വന്ന് ജാമ്യം ചോദിച്ചാൽ കോടതി വിടൂലേ? എന്ത് കോടതിയാണ്? കോടതി എന്ന് പറഞ്ഞാല് എന്താണ് എനിക്ക് അറിയൂലൊക്കെ ഒന്നും ഇഷ്ടമല്ല. ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല, എന്നാൽ എന്റെ അറിവിനാലെ ഞാൻ പറയാ. പിന്നെ വേനെ വിടാവോ? വേനെ വെച്ചൊക്കെ ഇത് കൊന്നാണോ? എനിക്ക് അതേ പറയാനുള്ളൂ. വേനെ ഇനി വെച്ചൊക്കെ ഇത് വെച്ചാൽ വേറെ ഞങ്ങളെ പിറ്റേന്നു പെൺകുട്ടികളെ, തള്ളമാര്, അമ്മമാര്, ഇന്നെ കാണാൻ പ്രായമുള്ളവര്, ഇന്റെ പ്രായക്കാര് എല്ലാരും ഓൻ ചെയ്യാൻ പോകുന്നതാണ്. ഇനി ഓനെ വെച്ചൊക്കെ ഇത്. കഴിഞ്ഞ ദിവസമാണ് പ്രതി പിടിയിലായത്. പ്രതിയെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. വീട് വളഞ്ഞ പോലീസ് സാഹസികമായാണ് മുജീബിനെ കീഴ്പ്പെടുത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക്.
മുജീബേ പോലീസ് വീട് വളയുന്നുണ്ട്. അതിനുശേഷം വാതിൽ ചവിട്ടിപ്പൊളിച്ച് പോലീസ് അകത്തേക്ക് കയറുന്നു. അങ്ങനെ ആ പ്രതിയെ പിടികൂടുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുജീബിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുമെന്നുള്ള വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നു. അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു നീക്കം കൂടി ഉണ്ടാകുന്നു. നേരത്തെ അതിജീവിത പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. നേരത്തെ ഉണ്ടായ കേസുകളിലൊക്കെ ശിക്ഷ പരമാവധി ആ നിലയ്ക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് പ്രതിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. വീണ്ടും ഒരു ക്രൂരമായ കുറ്റകൃത്യം. എന്തൊക്കെയാണ് വിവരങ്ങൾ, അരുൺ? ഉന്മേഷ്, ഇതിൽ അനു കൊലക്കേസിൽ ഇപ്പോൾ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ പോലീസ് ഇപ്പോൾ പേരാമ്പ്ര കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതാണ് ഒടുവിലായി ലഭിക്കുന്ന വിവരം. 6 ദിവസത്തേക്കാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പോലീസ് ഉന്നയിച്ചിട്ടുള്ളത്. കാരണം 4 ഇടങ്ങളിൽ എത്തിച്ച് ഈ പ്രതിയെ തെളിവെടുക്കേണ്ടതുണ്ട്. ഈ ബൈക്ക് മോഷ്ടിച്ചത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിലും അതോടൊപ്പം തന്നെ പിന്നീട് ഈ കുറ്റകൃത്യം നടന്ന പേരാമ്പ്രയിലും മലപ്പുറം കൊണ്ടോട്ടിയിൽ, ഒളിവിൽ കഴിഞ്ഞ കൊണ്ടോട്ടിയിലും ഈ സ്വർണം വിൽപ്പന നടത്തിയ സ്ഥലത്ത് ഉൾപ്പെടെ 4 ഇടങ്ങളിൽ എത്തിച്ച് ഈ പ്രതിയെ തെളിവെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 6 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പേരാമ്പ്ര കോടതിയിൽ നൽകിയിട്ടുള്ളത്. ആ കസ്റ്റഡി അപേക്ഷ നാളെ കോടതി പരിഗണിക്കുമെന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും അതിക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ഈ മുജീബിന്റെ മറ്റു പശ്ചാത്തലം കൂടി ഈ ഘട്ടത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. വിവിധ ജില്ലകളിലായി 56 കേസുകളിൽ പ്രതിയായിട്ടുള്ള കൊടും കുറ്റവാളിയാണ് ഈ മുജീബ്. 2020 നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുത്തേരിയിൽ വയോധികയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത കേസിലെ മുഖ്യ പ്രതിയാണ്. ആ കേസിൽ വേണ്ടത്ര കൃത്യമായ ശിക്ഷാ നടപടി ഉണ്ടായില്ല, കൃത്യമായ ശക്തമായ നിയമ നടപടി ഉണ്ടായില്ല എന്നതാണ് ഈ അതിജീവിത നമ്മോട് പ്രതികരിച്ചത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതിൽ ഒരു മാതൃകാപരമായ ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ഈ അനുവിന്റെ ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ കൊലപാതകം ഉണ്ടാവില്ല എന്നതാണ് പറയുന്നത്. എന്തായാലും അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 56 കേസുകളിൽ പ്രതിയായിട്ടുള്ള കുറ്റവാളിക്ക്, അതായത് കൊടും കുറ്റവാളിക്ക് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ സ്വൈര്യവിഹാരത്തിന് അവസരം ലഭിച്ചതെന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്തായാലും അവശേഷിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ മുത്തേരിയിലെ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ഈ ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഘട്ടത്തിൽ പോലീസ് എന്തായാലും കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ മുജീബ് പോലീസിന്റെ നിരീക്ഷണത്തിൽ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഇത്ര കേസിൽ പ്രതിയായിട്ടുള്ള മുജീബ് വീണ്ടും ഇത്തരം ഒരു കൊലപാതകം പോലെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ എങ്ങനെ സാധിക്കുന്നു, എങ്ങനെ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങി എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ പോലീസ് എന്തായാലും മറുപടി പറയേണ്ടതുണ്ട്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ഒടുവിലായി ലഭിക്കുന്ന വിവരം. ശരി, അരുൺ പൂപ്പറമ്പയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നടപടികൾ സർക്കാർ വേഗത്തിലാക്കി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടതുമാണ്. കേസുകൾ പിൻവലിക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നു. 835 കേസുകളാണ് ഇതുവരെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. കേസുകൾ പിൻവലിക്കാത്തത് പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പൊളിച്ചിരുന്നുണ്ട്. ഷഫീദ്, ഈ CAA സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമാണ്. അതുകൊണ്ടുകൂടിയാണല്ലോ പ്രതിപക്ഷം ഈ ഇരട്ടത്താപ്പ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടി, ഷഫീദ്? ഉന്മേഷ, പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞ സർക്കാർ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള കേസുകൾ എടുക്കുന്നതും കേസുകൾ പിൻവലിക്കാത്തതും പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി വളരെ തിരക്കിട്ട നീക്കത്തിലേക്ക് ഒരു സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കാനാണ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഇതുവരെ സംസ്ഥാനത്താകെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 835 കേസുകളാണ്. അതിൽ പിൻവലിക്കാൻ തീരുമാനിച്ചതിലെല്ലാം നടപടി പൂർത്തിയായി ഉറപ്പിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. പിൻവലിക്കാൻ അപേക്ഷ ലഭിച്ച മറ്റു കേസിലും നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാകരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ. ബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തിയ ഒരു ആക്ഷേപത്തെ പ്രതിരോധിക്കുക കൂടിയാണ് സർക്കാർ
സർക്കാർ ചെയ്യുന്നത്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സർക്കാർ കാര്യത്തിൽ ഇടപെടൽ വേഗത്തിലാക്കുന്നു, നടപടികൾ വേഗത്തിലാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. മനേഷ് മൂർത്തി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, റോഡ് ഷോ കഴിഞ്ഞിട്ടുണ്ടോ അതോ തുടരുകയാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഉന്മേഷ, റോഡ് ഷോ പുരോഗമിക്കുകയാണ്. 7 മണി വരെയാണ് റോഡ് ഷോയുടെ സമയം പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം 6 മുതൽ 7 മണി വരെ ഒരു മണിക്കൂറാണ് റോഡ് ഷോ. നമുക്കറിയാം, ആ വിഷ്വൽ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം. നിരവധി ആളുകൾ പ്രധാനമന്ത്രിയെ കാണുന്നതിനും അഭിവാദ്യം അർപ്പിക്കുന്നതിനും വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. ആ രീതിയിലാണ് എന്തായാലും റോഡ് ഷോ നിലവിൽ പുരോഗമിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ തന്നെ ആ റോഡ് പൂർണ്ണമായും തന്നെ 4 കിലോമീറ്റർ ആയിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ 2.5 കിലോമീറ്ററായി ചുരുക്കിയിട്ടുണ്ട്. മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയുള്ള മേഖലകളിലാണ് ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുന്നത്. നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ തുടരുന്ന മന്ത്രി ദക്ഷിണേന്ത്യ പിടിക്കുക, പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യ പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്നിപ്പോൾ തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലെ ശിവമോഗയിലും അദ്ദേഹം എത്തി. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ കോയമ്പത്തൂരിൽ പുരോഗമിക്കുകയാണ്. മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. 7 മണിവരെ റോഡ് ഷോ ഉണ്ടാകും. റോഡ് ഷോ ഇപ്പോഴും തുടരുകയാണ്. കോയമ്പത്തൂരിൽ മേട്ടുപ്പാളയം റോഡിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ കോയമ്പത്തൂരിൽ പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മനേഷ് മൂർത്തി തുടരുന്നുണ്ട്. മനേഷ്, പറയൂ. മനേഷ്, കേൾക്കാമെങ്കിൽ പറയൂ. റോഡ് ഷോ പുരോഗമിക്കുകയാണല്ലോ. ഉന്മേഷ, റോഡ് ഷോ പുരോഗമിക്കുകയാണ്. മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയുള്ള 2.5 കിലോമീറ്റർ, നേരത്തെ 4 കിലോമീറ്റർ ആയിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പോൾ 2.5 കിലോമീറ്ററായി ചുരുക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാം. ഒരു നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള L മുരുകൻ, അവിടുത്തെ MLA, കോയമ്പത്തൂർ MLA വാനതി ശ്രീനിവാസൻ, അങ്ങനെ പ്രമുഖരായ നിരവധി ആളുകൾ അദ്ദേഹത്തോടൊപ്പം ആ തുറന്ന ജീപ്പിൽ തന്നെ ഉണ്ട്. അങ്ങനെ ആളുകളെയൊക്കെ, അല്ലെങ്കിൽ ജനങ്ങളെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദക്ഷിണേന്ത്യയിൽ തുടരുകയാണ് പ്രധാനമന്ത്രി. നാളെ കൂടി ദക്ഷിണേന്ത്യയിൽ തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലെ ശിവമോഗയിലും അദ്ദേഹത്തിന്റെ റാലിയും പൊതുസമ്മേളനവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കോയമ്പത്തൂരിലേക്ക് എത്തുന്നത്. പരമാവധി ഇടങ്ങളിൽ നേരിട്ടെത്തി തന്നെ പ്രചാരണത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മാക്സിമം പരമാവധി മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും 2, 3, 4 മണ്ഡലങ്ങളുടെ മധ്യഭാഗത്തായി ഈ പറഞ്ഞ രീതിയിൽ ഒരു റോഡ് ഷോ അല്ലെങ്കിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുക, പരമാവധി ആളുകളെ അവിടേക്ക് എത്തിക്കുക. ഇതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ പറഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ തുടരും. കാരണം നമുക്ക് തമിഴ്നാടിനെ സംബന്ധിച്ച് BJP സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. സഖ്യചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സഖ്യചർച്ചകൾ പൂർത്തീകരിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളാകുമ്പോൾ വീണ്ടും പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും റോഡ് ഷോ പുരോഗമിക്കുന്നു. 7 മണി വരെയാണ് റോഡ് ഷോയുടെ സമയമെന്ന് പറയുന്നത്. മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോയമ്പത്തൂരിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. മുംബൈയിലെ ശിവാജി പാർക്കിൽ രാഹുൽ ഗാന്ധി നടത്തിയ ശക്തി പരാമർശം വിവാദമാക്കി BJP. രാജ്യത്തെ നാരി ശക്തിക്കെതിരെ ഇന്ത്യ മുന്നണി പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അതിനെ പ്രതിരോധിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. इंडी अलायंस के लोग अब इसी शक्ति को कुचलना चाहते हैं, तबाह करना चाहते हैं, समाप्त करना चाहते हैं. इन्हें मां भारती की बढ़ती हुई शक्ति से नफरत हो रही है. इंडी अलायंस ने, कांग्रेस ने इसी शक्ति को ललकारा है. कांग्रेस को इसका जवाब देश की हर महिला, हर बहन, हर बेटी देगी. शक्ति का हर उपासक देगा. താൻ പറഞ്ഞ സത്യത്തെ വളച്ചൊടിക്കുന്നുവെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, വാക്പോര വിഷയത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ശിവാജി പാർക്കിൽ വെച്ച് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിയ ആരോപണം, അതിൽ ഉപയോഗിച്ച വാക്കുകൾ, അതിനെ തിരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ നരേന്ദ്രമോദി ഉപയോഗിക്കുകയാണ്. തെലങ്കാനയിൽ വെച്ച് നടത്തിയ റാലിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ശക്തി പരാമർശത്തിനെതിരെ നരേന്ദ്രമോദി ആഞ്ഞടിച്ചത്. ശക്തി എന്നാൽ രാജ്യത്തെ നാരി ശക്തിയാണ് എന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ ശക്തി എന്ന് താൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പ്രസംഗത്തിൽ തന്നെ വിശദീകരിച്ചിരുന്നു. ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു, അതിന് പുറകിലെ ശക്തി
അതായത് നരേന്ദ്രമോദിയാണ് താൻ ഉദ്ദേശിച്ചിരുന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമായി വന്ന ട്വീറ്റിലും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഇത് നാരികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരായുള്ള ഒരു ആക്രമണം, ഒരു പോരാട്ടമാണ് ഇന്ത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. അതിനെ താൻ ചെറുക്കാൻ പോകുന്നു. ജൂൺ 4 ഫലം വരുമ്പോൾ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിക്കും എന്ന് അദ്ദേഹം പ്രചാരണ റാലിയിൽ പറയുന്നു. ഇതേതായാലും BJP നേതാക്കൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിന്ദുത്വത്തിനെതിരായ ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതാണ് പ്രതികരണങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതിന് വിശദീകരണമായി രാഹുൽ ഗാന്ധി തന്നെ എത്തി തന്റെ വാക്കുകളെ വളച്ചൊടുക്കുകയാണ്. നരേന്ദ്രമോദിയാണ് താൻ ഉദ്ദേശിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. RJD അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്. കർണാടക BJPയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സദാനന്ദ ഗൌഡയും BJP വിട്ടേക്കുമെന്ന സൂചന. കോൺഗ്രസുമായി സദാനന്ദ ഗൌഡ ചർച്ച നടത്തി. തമിഴ്നാട്ടിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ധാരണയായി. CPIM MDMK സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിനിടെ തെലങ്കാന പുതുച്ചേരി ഗവർണറായിരുന്ന ഡോക്ടർ തമിഴ്സൈ സൗന്ദരരാജൻ സ്ഥാനം രാജിവെച്ചു. തമിഴ്നാട്ടിൽ നിന്ന് ജനവിധി തേടുമെന്നാണ് റിപ്പോർട്ടുകൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ മനീഷ് മൂർത്തി ചേരുന്നുണ്ട്. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കർണാടകയിൽ BJP പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. 3 മുതിർന്ന നേതാക്കളാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. ഒന്ന് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സദാനന്ദ ഗൌഡ, രണ്ടാമത്തത് ഉപമുഖ്യമന്ത്രിയായിരുന്ന KS ഈശ്വരപ്പ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗദീഷ് ഷെട്ടാർ. ഇങ്ങനെ 3 പേരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. 3 പേർക്കും കൃത്യമായ അർത്ഥത്തിൽ സീറ്റുകൾ ലഭിച്ചില്ല എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു പരാതിയായി പറയുന്നത്. സദാനന്ദ ഗൌഡയാണ് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് വന്നത്. അദ്ദേഹം ബാംഗ്ലൂർ നോർത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ശോഭ കരന്തലജിക്ക് ആ സീറ്റ് നൽകുന്നു. അതോടുകൂടിയാണ് സദാനന്ദ ഗൌഡ ചിത്രത്തിൽ നിന്ന് പുറത്താവുന്നത്. തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്കൊക്കെ സദാനന്ദ ഗൌഡ കടക്കുകയും ചെയ്തത്. എന്തായാലും കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. DK ശിവകുമാറുമായി അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മൈസൂരുവിൽ കോൺഗ്രസ് ടിക്കറ്റിൽ അദ്ദേഹം മത്സരിക്കും എന്നുള്ള വിവരവുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈശ്വരപ്പയെ സംബന്ധിച്ചാണെങ്കിൽ ഈശ്വരപ്പ ഇന്ന് നടത്തിയ പ്രതികരണം, ഇന്നിപ്പോൾ ശിവമോഗയിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നില്ല എന്നൊരു പ്രതികരണം ഈശ്വരപ്പയുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയെ താൻ കാണും, അത് ശിവമോഗയിൽ താൻ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രധാനമന്ത്രിയെ കാണുക. ശരി മനീഷ്, ഏതായാലും അത്തരത്തിൽ പ്രതികരണങ്ങൾ വരുന്നു. BJPയിൽ വിമത നീക്കം കർണാടകയിൽ. മനീഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ഇനി ഇലക്ഷൻ സ്റ്റണ്ട് കാണാം. S വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും. നമസ്കാരം.